നിനക്ക് സഹിക്കാൻ പറ്റാത്തതായി എന്തോ നിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എന്നോട് പറ, ഞാൻ ആരോടും പറയത്തില്ല. അയാള് കനകാംബരം മുതലാളി എന്നെ ഉപദ്രവിക്കാൻ വന്നു. എന്റെ രക്ഷപ്പെട്ടാ നീ എവിടെ പോകാനാ? നീ എന്റെ അടുത്തേക്ക് തന്നെ വരും. വരുത്തും ഞാൻ. ഇത് അച്ഛന്റെ കോട്ടല്ലല്ലോ. ഇത് കോട്ടല്ലല്ലോ. ഉമ്മുക്കൊലിസോന്റെ ഡ്രസ് പോലെ. ഞാനിതൊന്ന് ഇട്ടു നോക്കട്ടെ. ഇപ്പൊ എന്നെ കാണാൻ ശരിക്കും ഉമ്മുക്കൊലിസോനെ പോലെ തന്നെ ഉണ്ട്. ഇത് കൊള്ളാവോ? അമ്മയുടെ അലമാരേന്ന്. എങ്ങനെയുണ്ട് അച്ഛാ? നന്നായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കയ്യെവിടെ? എടോ, താനത് കണ്ടോ? മോളെന്തായി കാണിച്ചേ? അതങ്ങൂരിയേ. ഞാൻ ഇത് കുറച്ചേരം ഇട്ടോട്ടമ്മേ. അമ്മയുടെ ഈ ഡ്രസ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. താൻ പർദ്ദ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. പിന്നെ തനിക്കിത് എവിടെ കിട്ടി? താൻ വാങ്ങിയതാണോ അതാരെങ്കിലും ഗിഫ്റ്റ് തന്നാണോ? അത് പിന്നെ ഞാൻ വാങ്ങിയതാ. എന്തിന്? തനിക്കെന്തിനാ പർദ്ദയുടെ ആവശ്യം? വെറുതെ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോ ഈ ഡ്രസ്സ് കണ്ടപ്പോ എനിക്ക് വല്ലാണ്ട് ഇഷ്ടം തോന്നി. വെറുതെ ഒരു കൗതുകത്തിന് വാങ്ങി വെച്ചതാ. ഇതെങ്ങനെ വെറുതെ ഒരു കൗതുകത്തിന് വാങ്ങേണ്ട വസ്ത്രമല്ല. ഇതൊരു പവിത്രമായ വസ്ത്രമാണ്. ഒരു മതവിശ്വാസത്തിന്റെ ആചാരത്തിനനുസരിച്ച് ആ മതത്തിലെ സ്ത്രീകൾക്ക് മാത്രം ധരിക്കാനുള്ള വസ്ത്രം. എനിക്കറിയാം. പക്ഷേ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരികളുടെ പർദ്ദയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിടാറുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടപ്പോ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട്. ഈ വസ്ത്രം ധരിക്കുമ്പോ ഇതിന്റെ വിശുദ്ധി കളങ്കപ്പെടരുത് എന്നേ ഉള്ളൂ. ഗൂഗിളിൽ എന്താ ഞാനിത് വാങ്ങിയത് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, എനിക്കൊരു ഇഷ്ടക്കുറവില്ല. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ആരതി കോടതിയിൽ സാക്ഷിയായി അനഘയെ ഹാജരാക്കിയത് ഇതുപോലൊരു പർദ്ദ ധരിപ്പിച്ചാണെന്ന് കേട്ടു. ഈ വിശുദ്ധ വസ്ത്രം ഒരു മറയായിട്ടൊക്കെ പലരും ഉപയോഗിക്കാറുണ്ട്. ഒരു സത്യം തെളിയിക്കാനായതുകൊണ്ട് അത് കുഴപ്പമില്ല, അല്ലേ? എന്തായാലും ഇവളിത് ചീത്തയാക്കുന്നതിന് മുമ്പ് താനിത് വാങ്ങി സൂക്ഷിച്ചു വയ്ക്കാം. ഈശ്വര, ഗൂഗിളിന് എന്നെ എന്തെങ്കിലും സംശയം തോന്നിക്കാണോ? അതുകൊണ്ടായിരിക്കോ അനഘയുടെ ഉദാഹരണം പറഞ്ഞത്? ഒരു കാര്യം ഉറപ്പായി, എൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്ന സത്യം മറച്ചു വയ്ക്കാൻ ഇനി ഈ വേഷത്തിലും കഴിയില്ല. എൻ്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും? തന്നെ കണ്ടപ്പോൾ മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹം ഇതാ. താൻ നോ എന്ന് പറയരുത്. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ പെണ്ണല്ല. അങ്ങനെ നീ എൻ്റെ രക്ഷപ്പെട്ടു പോവില്ല.
കനകാംബരൻ എന്നവരെ ആഗ്രഹിച്ചൊക്കെ സ്വന്തമാക്കിയിട്ടുള്ളൂ. ആഹാ, നീ എന്തായാലും വന്നിട്ട് ഇവിടെ തന്നെ അങ്ങ് ഇരുന്ന് കളഞ്ഞേ? മുതലാളി ഏൽപ്പിച്ച ഓവർ ടൈം ജോലി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? കഴിഞ്ഞു. നീ ഒരുപാട് വൈകിയാണെങ്കിലേ സച്ചിയോട് ഞാൻ നിന്നെ കൂട്ടി വരണമെന്ന് പറഞ്ഞായിരുന്നു. അവൻ തന്നെ വിളിച്ചായിരുന്നു മോളെ? ഇല്ലമ്മേ. ആ, ഇനിയിപ്പോ ഞാൻ തന്നെ വിളിച്ച് പറയാം നിന്നെ വിളിക്കാൻ അങ്ങോട്ട് പോകണ്ടെന്ന്. നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ, എന്തു പറ്റി? അത് യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നതിന്റെ ആയിരിക്കും. ഞാൻ നിനക്ക് ചായ എടുക്കട്ടെ? വേണ്ടമ്മേ, കുറച്ച് കഴിഞ്ഞു മതി. ഇവക്കിതെന്താ പറ്റിയേ? അവൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് ആന്റി. എന്തായാലും ആന്റി പോയൊരു ചായ എടുത്തോണ്ട് വാ. എന്ത് പറ്റിയെന്ന് ഞാൻ കണ്ടുപിടിച്ചുതരാം. താൻ എന്ത് സുന്ദരിയാടോ. തന്നെ പോലൊരു സുന്ദരിയായ സ്റ്റാഫിനെ കിട്ടിയതേ എന്റെ ഭാഗ്യം. സർ ഫയൽ നോക്കി തന്നാ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോവായിരുന്നു. താൻ ഇങ്ങനെ ധൃതി പിടിക്കല്ലേ, ജോലിയൊക്കെ നമുക്ക് ഇപ്പൊ തീർക്കാം. എന്താ? നിനക്ക് സഹിക്കാൻ പറ്റാത്തതായി എന്തോ നിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എന്നോട് പറ, ഞാൻ ആരോടും പറയത്തില്ല. അയാളും ആ കനകാംബരം മുതലാളി എന്നെ ഉപദ്രവിക്കാൻ വന്നു. തന്നെ കണ്ടപ്പോൾ മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹം ഇതാ. താൻ നോ എന്ന് പറയരുത്. എന്തായാലും എന്റെ ജോലിയുടെ കാര്യത്തിൽ ഇതോടൊരു തീരുമാനമായി. ഇനി ഞാൻ ആ വഴിക്ക് പോവില്ല. തൽക്കാലം നമുക്കിതിവിടെ ആരോടും പറയണ്ട. സച്ചേട്ടനൊക്കെ അറിഞ്ഞ ആകെ കുഴപ്പമാവും. അവിടെ ചെന്ന് അയാളെ വെട്ടി 2 തുണ്ടാക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അനക്കെ പോവാതിരുന്ന അത് എന്തുകൊണ്ടാണെന്ന് എല്ലാരും ചോദിക്കില്ലേ? തൽക്കാലം 1-2 ദിവസത്തേക്ക് എന്തെങ്കിലും കള്ളം പറഞ്ഞ് നിൽക്കാം. അതിനുള്ളിൽ ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം. എന്ത് പരിഹാരമാ? ഇവന്മാരെ പോലുള്ളവർക്ക് കൊടുക്കുന്ന പണി നല്ല കിണ്ണം കാച്ചിയതായിരിക്കണം. നിന്റെ ദേഹത്ത് തൊട്ടവനെ നമ്മൾ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല.